ദിവസം യുവ അഭിഭാഷകയെ മർദ്ദിച്ച അഡ്വക്കേറ്റ് ബെയ്ലിൻ ദാസിനെ ഇപ്പോൾ കോടതിയിലേക്ക് കൊണ്ടുപോവുകയാണ്. കഴിഞ്ഞ ദിവസമാണ് ഇയാളെ പോലീസ് പിടികൂടിയത്. വഞ്ചൂർ കോടതിയിൽ ഇപ്പോൾ ബെയ്ലിൻ ദാസിനെ ഹാജരാക്കാൻ വേണ്ടി എത്തിക്കുന്നു. 2 ദിവസം മുൻപാണ് ബെയ്ലിൻ ദാസ് യുവ അഭിഭാഷകയെ അടിച്ചു എന്നൊരു പരാതി വരികയും അവർ മാധ്യമങ്ങൾക്ക് മുന്നിലെത്തി സംഭവങ്ങളുടെ കാര്യങ്ങളെക്കുറിച്ച് ഇയാളെക്കെതിരായ ആരോപണങ്ങൾ ഉന്നയിക്കുകയും ചെയ്തത്. വലിയ തോതിൽ അവരുടെ മുഖത്ത് തന്നെ പരിക്കേറ്റിരുന്നു. അമൽ തേനമ്പറമ്പിൽ വിവരങ്ങളുമായിട്ട്. അമൽ, ഇപ്പോൾ കോടതിയിൽ ഹാജരാക്കാൻ കൊണ്ടുപോവുകയാണല്ലേ? കോടതിക്ക് അകത്തേക്ക് വഞ്ചൂർ സ്റ്റേഷനിൽ നിന്നും എത്തിയിട്ടുണ്ട്. ഒരു 50 മീറ്റർ ദൂരം മാത്രമാണ് ഈ പോലീസ് സ്റ്റേഷനിൽ നിന്നും കോടതിയിലേക്ക് ഉണ്ടായിരുന്നത്. അവിടേക്ക് ഇപ്പോൾ എത്തിച്ചിട്ടുണ്ട്. കോടതിക്ക് അകത്തേക്ക് കയറുമ്പോൾ പോലും കൃത്യമായി തന്നെ ഈ പറയുന്ന പ്രതിക്ക് സുരക്ഷ ഒരുക്കുന്ന അഭിഭാഷകരെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇവിടെ വന്ന് കാത്തു കെട്ടി നിൽക്കുകയാണ് അഭിഭാഷകർ. എന്തായാലും ഇപ്പോൾ അകത്തേക്ക് കയറി പോയിട്ടുണ്ട് പ്രതി. അകത്ത് ചെന്നാൽ ഇനിയിപ്പോൾ ഈ ഇതുമായി ബന്ധപ്പെട്ട് എടുത്തിരിക്കുന്ന വകുപ്പുകൾ, പോലീസ് ചുമത്തിയിരിക്കുന്ന വകുപ്പുകൾ എന്ന് പറയുന്നത് തീർത്തും ദുർബലമായ വകുപ്പുകളാണ്. അതിനാൽ തന്നെ സ്വാഭാവികമായും ജാമ്യം ലഭിക്കും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. ഈ പ്രതിയുടെ അഭിഭാഷകൻ അത്തരത്തിലാണ് വ്യക്തമാക്കി പോകുന്നത്. ഇപ്പോൾ എന്തായാലും കോടതിക്ക് അകത്തേക്ക് എത്തിയിട്ടുണ്ട്. അല്പസമയങ്ങൾക്കകം തന്നെ കോടതി ഈ കേസ് പരിഗണിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 11ലേക്കാണ് ഹാജരാക്കാനായി പ്രതിയെ ഇപ്പോൾ എത്തിച്ചിരിക്കുന്നത്. അല്പസമയങ്ങൾക്കകം തന്നെ കോടതിയുടെ പരിഗണനയ്ക്ക് കേസ് വരും. എന്തായാലും ഇന്നലെ വൈകിട്ട് 7 മണിയോടുകൂടി മാത്രമാണ് ഈ പ്രതിയെ പോലീസിനെ കണ്ടെത്താനായത് എന്നുള്ളത് പോലീസിന്റെ ഭാഗത്ത് ഏറ്റവും വലിയൊരു വീഴ്ചയായി നിൽക്കുന്നു. തിരുവനന്തപുരത്തും പൂന്തറയിലുമായി പ്രതി ഉണ്ടായിരുന്നു എന്ന് പലവിധ വിവരങ്ങൾ പുറത്തു വന്നിട്ടും നിരന്തരമായ വാർത്തകൾ അങ്ങനെ പുറത്തു വന്നിട്ടും പ്രതിയെ പിടിക്കാൻ പോലീസിന് കഴിഞ്ഞില്ല എന്നുള്ളത് വലിയ വീഴ്ചയാണ്. ആ വീഴ്ച നിൽക്കുമ്പോൾ തന്നെ ഇന്നലെ വൈകുന്നേരം പോലീസിന്റെ ഷാഡോ പോലീസ് സംഘമാണ് അവിടേക്ക് എത്തി പ്രതിയെ അറസ്റ്റ് ചെയ്ത് ഇപ്പോൾ രാവിലെ ഇത്രയും നേരം എപ്പോൾ പുറത്തേക്ക് ഇറക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു വ്യക്തതയുമില്ലായിരുന്നു. പോലീസും ഈ വിഷയത്തിൽ ഒളിച്ചുകളിൽ തുടരുകയായിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ പുറത്തേക്ക് ഇറക്കിയത്. ഇപ്പോൾ എന്തായാലും കോടതിയിലേക്ക് പ്രതിയെ എത്തിച്ചിട്ടുണ്ട്. അല്പസമയങ്ങൾക്കകം തന്നെ കോടതി ഈ ജാമ്യാപേക്ഷ പരിഗണിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. കോടതിയിലേക്ക് ഇപ്പോൾ ബെയ്ലിൻ ദാസിനെ എത്തിച്ചിട്ടുണ്ട്. അവിടെ പിന്തുണ ബെയ്ലിൻ ദാസിനാണെന്ന് അമൽ നേരത്തെ പറഞ്ഞു. ഇവിടെ പരാതിക്കാരി ഒരു അഭിഭാഷകയാണ്, ജൂനിയർ അഭിഭാഷകയാണ്. അഭിഭാഷകയുടെ തല്ലുകൊണ്ട മുഖം കേരളം മുഴുവൻ കണ്ടതാണ്. അത്രയും ഭീകരമായ മർദ്ദനമാണ് ഇയാൾ ഏൽപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ജൂനിയർ അഭിഭാഷകയ്ക്ക് പിന്തുണ നൽകാൻ അഭിഭാഷകരാരും തയ്യാറാവുന്നില്ലേ? ഈ അടിച്ച അഭിഭാഷകനാണോ പിന്തുണ മുഴുവൻ? ഈ അഭിഭാഷകന് പിന്തുണയില്ലായിരുന്നുവെങ്കിൽ വഞ്ചൂർ പോലീസിന് ഈ ഓഫീസിലുണ്ടായിരുന്ന, അതായത് വഞ്ചൂർ പോലീസ് സ്റ്റേഷനിൽ നിന്നും ഏകദേശം 100 മീറ്റർ മാത്രം മാറിയാണ് ഈ പറയുന്ന ആക്രമണം നടന്നിട്ടുള്ള ഓഫീസ് എന്ന് പറയുന്നത്. അതിലെ പ്രശ്നം എന്തായാലും പോലീസിൽ വിവരം അറിഞ്ഞ ഉടൻ തന്നെ പോലീസിന് അവിടെ എത്തുമ്പോൾ ആ പ്രതി അവിടെ ബെയ്ലിൻ ദാസ് അവിടെ ഉണ്ടായിരുന്നു. അറസ്റ്റ് ചെയ്യണമെങ്കിൽ അപ്പോൾ തന്നെ ആകാമായിരുന്നു. പക്ഷേ അത് ചില അസോസിയേഷൻ നേതാക്കളും മറ്റും ഇടപെട്ട്, അഭിഭാഷകർ തന്നെ ഇടപെട്ട് തടഞ്ഞു എന്നുള്ളതാണ് ഈ പരാതിക്കാരി തന്നെ പറയുന്നത്. എന്തായാലും ഇന്നലെ അത് ആ പെൺകുട്ടിയുടെ, ഈ യുവതിയുടെ അമ്മ അത് ആവർത്തിക്കുകയും ചെയ്തു ആ കാര്യങ്ങൾ. അപ്പോൾ എന്തുകൊണ്ട് അത് നടന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു പിന്തുണ കൃത്യമായി ലഭിക്കുന്നുണ്ട്. മാത്രമല്ല ചില ചാനൽ ചർച്ചകളിലും മറ്റുമൊക്കെ അസോസിയേഷൻ നേതാക്കളും മറ്റും വന്നിരുന്ന് പറയുന്നത് ഈ പെൺകുട്ടി ആക്രമിച്ച ശേഷമാണ് തിരിച്ച് ആക്രമണം നടന്നത് എന്നുള്ള കാര്യമാണ്. അങ്ങനെയും ആ വിധത്തിലുള്ള സംരക്ഷണവും അവർക്ക് നൽകാനൊരു ശ്രമം, ഈ അഭിഭാഷകന് നൽകാനൊരു ശ്രമം നടക്കുന്നു. എന്തായാലും അങ്ങനെ ഒരു ആക്രമണം ആദ്യം പെൺകുട്ടിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായാൽ തന്നെ തിരിച്ച് ഇത്തരത്തിലാണോ പ്രതികരിക്കേണ്ടത്? കേസും നിയമവും ഒക്കെ നോക്കുന്ന ആളുകളല്ലേ, നിയമപുസ്തകം പഠിച്ച ആളുകളല്ലേ, അവർക്ക് നിയമത്തിന്റെ വഴി നോക്കിക്കൂടെ എന്നൊരു ചോദ്യമൊക്കെ വരുന്നുണ്ട്. എന്തായാലും പെട്ടെന്നുണ്ടായ പ്രകോപനത്തിൽ നടന്ന ആക്രമണം എന്നുള്ളതാണ് ഇപ്പോൾ പ്രതി ആവർത്തിച്ച് പറയുന്നത്. ഈ തുടക്കം മുതൽ തന്നെ ബാർ അസോസിയേഷന് യാതൊരുവിധ പങ്കും പ്രതിയെ സംരക്ഷിക്കുന്ന കാര്യത്തിൽ ഇല്ല എന്നുള്ളത് അവർ ആവർത്തിച്ച് പറയുകയാണ്. പക്ഷേ ഇന്നലെ വൈകുന്നേരം അടക്കം അഭിഭാഷകരുടെ വലിയൊരു സംഘം, മാധ്യമപ്രവർത്തകർ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നതിൽ കടുത്ത അസഹിഷ്ണുത ഈ അഭിഭാഷകർക്കുണ്ട് എന്ന കാര്യത്തിൽ സംശയം വേണ്ട. ചില മാധ്യമപ്രവർത്തകർ കോടതിയുടെ ഈ പറയുന്ന പ്രതിയെ കയറ്റിക്കൊണ്ടു പോകുന്ന ഒരു വഴിയുണ്ട്. അവിടെ പോയി നിന്ന മാധ്യമപ്രവർത്തകർക്ക് നേരെ ഈ ഒരു അല്പം മുമ്പ് പോലും കയ്യേറ്റത്തിനുള്ള ഒരു ശ്രമം പോലും ഉണ്ടായി. അത്തരത്തിൽ അസഹിഷ്ണുത അങ്ങ് പ്രകടിപ്പിക്കുകയാണ് ഒരു ഭാഗം അഭിഭാഷകർ. മുഴുവൻ ആളുകളൊന്നും പറയുന്നില്ല, പക്ഷേ ഒരു ഭാഗത്തിന് കൃത്യമായ അസഹിഷ്ണുത ഈ വിഷയത്തിലുണ്ട്. അവരെപ്പറ്റി ഒരു വാർത്തയും, അവരെന്ത് തെറ്റ് ചെയ്താലും അത് വാർത്തയാവരുത്, പുറലോകം അറിയരുത് എന്നൊരു ധാർഷ്ട്യം ചില അഭിഭാഷകരുടെ ഭാഗത്തു നിന്നെങ്കിലും ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. അഭിലാഷ്.